നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ കടയ്ക്കൽ വെച്ച് നടന്നു. രാവിലെ 9 മണിക്ക് കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിന് മുന്നിൽ നിന്നും പ്രദേശത്തെ 1000-ൽ പരം തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി കടയ്ക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിലെത്തി രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10 മണിക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ സംഘടന നേടിയ നേട്ടങ്ങളിൽ പ്രധാനമാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും പെൻഷനായ അംഗങ്ങളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,1080 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും ആനുകൂല്യങ്ങൾ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യിക്കാൻ കഴിഞ്ഞതിനോടൊപ്പം സംഘടന നടത്തിവരുന്ന സാന്ത്വനം പദ്ധതിയിലൂടെ 12 കോടിയോളം രൂപയുടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞതും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് 8Gയും 10AD സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിലൂടെ വരും വർഷങ്ങളിൽ ധനകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും CSR ഫണ്ട് വാങ്ങി 1000-ൽ പരം തൊഴിലാളികൾക്ക് സൗജന്യ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ 26ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്നുവരുന്ന കൺവെൻഷനുകളാണ്. അതിന് കൊല്ലം ജില്ലാ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കഴിഞ്ഞ 4-5 വർഷമായി ഞങ്ങളുടെ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് നടത്തിയ പോരാട്ടങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തി ലഭിച്ച ഒരു കൺവെൻഷനാണ്. കാര്യം കഴിഞ്ഞ കൺവെൻഷനിൽ നടക്കുമ്പോഴൊക്കെ ഏറെ സർക്കാരിനോട് അമർഷവും പോരാട്ടങ്ങളും ഒക്കെ നടത്തി വന്നിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് 2020 അമെന്റ്മെന്റ് പ്രകാരം അംശാദായ 50 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന്റെ ആനുപാതികമായ റിട്ടയർമെന്റ് ഈ കഴിഞ്ഞ 3 മാസം മുമ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന ഗൗരവത്തിൽ സർക്കാർ അത് അംഗീകരിച്ച് ലഭിച്ചു എന്നുള്ള ഒരു ആഹ്ലാദം കൂടെ ഞങ്ങളുടെ ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ കൺവെൻഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്ക് മുമ്പോട്ടുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ നമ്മൾ കഴിഞ്ഞ 20 വർഷമായി നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൂതനമായ ഒരു മാറ്റങ്ങൾ നൽകിക്കൊണ്ട് പരിശീലനം, ഉത്പാദനം, വിപണനം, ക്ഷേമം, അതായത് ഇന്നത്തെ മാറിയ കാലഘട്ടത്തിന്റെ തൊഴിൽ പരിഷ്കരിച്ചുകൊണ്ടുള്ള പുതിയ നൂതനമായ മെഷീനറികളിൽ പുതിയ ടെക്നോളജി നമ്മുടെ സംഘടനയിലുള്ള 4 ലക്ഷം കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും ആ തൊഴില് കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാതെ ഞങ്ങളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് 4 ലക്ഷം കുടുംബത്തിന്റെയും വരുമാന മാർഗമാക്കി കാണത്തക്ക രീതിയിലാണ് ഇപ്പൊ ടൈലർ ടച്ച് എന്ന ഒരു പ്രോഡക്റ്റുമായി സംഘടന മുന്നേറുന്നത്. അതോടുകൂടി ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗ സംഘടനകളിൽ മറ്റൊരു ട്രേഡ് യൂണിയനും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് തയ്യൽ തൊഴിലാളികളുടെ മാതൃസംഘടനയായ AKTയെ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നതും. ഈ കൺവെൻഷന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതോടുകൂടി ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരവും ആ തൊഴിലവസരങ്ങൾക്ക് അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് തൊഴിലെടുക്കാനുള്ള CSR ഫണ്ട് മുഖാന്തരമുള്ള 25,000 രൂപയുടെ പവർ മെഷീൻ ലഭിക്കുന്നതിനടക്കമുള്ള നിരവധി കർമ്മ പദ്ധതികളുമായി ഈ കൺവെൻഷൻ കടന്നുപോകാണ്. TLT എന്ന റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണത്തിലൂടെയും വിപണനത്തിലൂടെയും 2031 2000 കോടി രൂപയുടെ വളർച്ചയിലേക്ക് ഉയരുവാനും 10,000-ൽ പരം തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുവാനും കഴിയുമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. തയ്യൽ തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന 5 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് സർക്കാരിന് സമർപ്പിക്കുവാനും തീരുമാനിച്ചു. ജില്ലാ ഭാരവാഹികളായ അരവിന്ദാക്ഷൻ, ഉല്ലാസ്, വേണു, വി രവീന്ദ്രൻ, ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 420 പ്രതിനിധികൾ പങ്കെടുത്ത കൺവെൻഷൻ സംഘാടക സമിതി കൺവീനർ വിമൽകുമാർ നന്ദി പറഞ്ഞു.